വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി മഹാറാലി സംഘടിപ്പിക്കുന്നു. ഇന്ന് വൈകിട്ട് നടക്കുന്ന റാലിക്ക് ശേഷം കോഴിക്കോട് കടപ്പുറത്ത് പൊതുസമ്മേളനം നടക്കും. വഖഫ് നിയമത്തിൽ CPM BJPയെ സഹായിക്കുകയാണ് എന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു. കേരളത്തിൽ വഖഫ് നിയമം നടപ്പിലാക്കില്ല എന്ന് പറയാത്തത് എന്തുകൊണ്ട് എന്ന് PMA സലാം ചോദിച്ചു. കഴിഞ്ഞ 2 റാലികളെയും കവച്ചു വെക്കുന്ന റെക്കോർഡ് ജനക്കൂട്ടം ഇന്നുണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ജനവികാരം കണക്കിലെടുത്തുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ കരി നിയമത്തിൽ നിന്ന് പിറകോട്ട് പോകും എന്നാണ് ഞങ്ങളും ജനങ്ങളും വിശ്വസിക്കുന്നത്. 2 കൂട്ടരുടെയും ഉദ്ദേശം ഒന്നാണ്. കോൺഗ്രസ് ഇല്ലാത്തൊരു ഭാരതം BJP ആഗ്രഹിക്കുന്നു, കോൺഗ്രസ് ഇല്ലാത്തൊരു കേരളം മാർക്സിസ്റ്റ് പാർട്ടി പ്രഖ്യാപിക്കുന്നു. ഇത് രണ്ടും തമ്മിൽ യോജിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് പല തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇന്ത്യയിലെ BJP ഭരണത്തിനെതിരെയും BJPയുടെ രാഷ്ട്രീയ നിലപാടിനെതിരെയും ഒപ്പം സംസ്ഥാനത്ത് CPMന്റെ നിലപാടിനെതിരെയും അതിശക്തമായ വിമർശനമാണല്ലോ മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നത്. ഇന്ന് വൈകിട്ട് നടക്കുന്ന മഹാറാലിയിൽ എത്രത്തോളം ജനപ്രാതിനിധ്യം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? വിശദാംശങ്ങൾ എന്താണ് മുഹമ്മദ് ഷഹീദ്? മോദി കേന്ദ്ര സർക്കാരിന്റെ പുതിയ വഖഫ് നിയമത്തിനെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം തുടങ്ങാനാണ് ഇപ്പോൾ ലീഗിന്റെ തീരുമാനം. അതിന്റെ ആദ്യ പടിയായാണ് ഇപ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് ഇന്ന് വൈകിട്ട് മഹാറാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. പഞ്ചാബ് PCC പ്രസിഡന്റും ലോക്സഭാ അംഗവുമാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ദേശീയ പ്രസിഡന്റ് ഖാദർ മൊയ്തീൻ, PK കുഞ്ഞാലിക്കുട്ടി, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ലീഗിന്റെ നേതാക്കന്മാരുണ്ടാകും. ഇവരെല്ലാം ഇന്ന് കോഴിക്കോട് അണിനിരത്തും. ഏകദേശം 2 ലക്ഷത്തിലധികം ആളുകൾ ഈ കോഴിക്കോട് നടക്കുന്ന റാലിയിൽ പങ്കെടുക്കുമെന്നാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM അല്പം മുമ്പ് പറഞ്ഞത്. ജില്ലാ ഘടകങ്ങളിൽ നിന്നൊക്കെ അതിനുള്ള ഒരുക്കങ്ങൾ എല്ലാം റെഡിയായിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനം, BJPക്കെതിരെയുള്ള രാഷ്ട്രീയ വിമർശനം, ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും പ്രത്യേകിച്ചും മുനമ്പം സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിമർശനം ഈ സമ്മേളനത്തിൽ ഉയരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. PM അല്പം സമയം മുമ്പ് പറഞ്ഞു എന്തുകൊണ്ട് കേരളത്തിൽ വഖഫ് നിയമം നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നൊരു പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്താത്തത്, സർക്കാർ നടത്താത്തത്, CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്തത്. പൗരത്വ നിയമ സമയത്തൊക്കെ ആ തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. കേരളം ഇതിനെ ചെറുക്കുമെന്നും കേരളത്തിൽ നിയമം നടപ്പാക്കില്ലെന്നുമുള്ള പ്രഖ്യാപനം ഉണ്ടായിരുന്നു. പക്ഷേ വഖഫ് വിഷയത്തിൽ എന്തുകൊണ്ട് സർക്കാരിന് അത്തരം ഒരു പ്രഖ്യാപനം നടത്താൻ കഴിയാത്തത്? അത് ദുരൂഹമാണ്, സംശയാസ്പദമാണ്. ഈ മുനമ്പം വിഷയം വെച്ചു നീട്ടിക്കൊണ്ടുപോയി സംസ്ഥാനത്ത് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള പ്രതികരണമൊക്കെ PM അല്പസമയം മുമ്പ് നമ്മോട് നടത്തിക്കഴിഞ്ഞു. സമാനമായ രീതിയിലുള്ള വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള അതിന്റെ രാഷ്ട്രീയ അജണ്ടകൾക്ക് എതിരെയുള്ള വിമർശനത്തിനൊപ്പം തന്നെ ഇല്ലാതാക്കുക, സംസ്ഥാനത്ത് തന്നെ തുടച്ചു നീക്കുക തുടങ്ങിയ ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയാണ്. അതിന് BJPക്ക് ഒപ്പം നിൽക്കുകയാണ് CPM എന്നൊരു ആരോപണം കൂടിയാണ് ഉന്നയിക്കുന്നത്.